അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അല്ലാഹു ചൊല്ല സൂറത്തുൽ കഹ്ഫിൽ ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ആരെങ്കിലും അല്ലാഹുവിനെ കാണുക ആഗ്രഹിക്കണമെങ്കിൽ അവൻ സാലിഹായ സൽക്കർമ്മങ്ങൾ അവൻ ചെയ്തു കൊള്ളട്ട്, അവൻ്റെ റബ്ബുക്ക് അവന് ശിർക്ക് ഒരിക്കലും വെക്കോ തീരാണ്ട്. നമുക്കെല്ലാവർക്കും മുഅ്മിനീങ്ങളായ ആൾമാർക്ക് ഉള്ള വലിയൊരു അദമ്യമായ ആശയായിട്ട് നാളെ റബ്ബറെ കാണണു ചെല്ലിയ ഒരു ആശ. എല്ലാവർക്കും അള്ളാഹു ചെയ്തതായ നിഅമത്തുകൾ, അള്ളാഹു ഞങ്ങളെ ഇസ്ലാമാക്കിയ മുസ്ലിമാക്കിയ, എന്നിട്ട് ആ ഇസ്ലാമിയത്തിൽ ജീവിക്കുകയും അതുപോലെ മുഅ്മിനായിട്ട് മരിക്കുകയുള്ളതായ സൗഭാഗ്യം തന്നിട്ട് ഖബറിലും മഹ്ശറിലെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ട് ഞങ്ങളെ സ്വർഗത്ത് കടത്തുന്നതായ റബ്ബു, ആ റബ്ബരെ കാണുക എങ്ങനത്തെ മുഅ്മിനീങ്ങോ ആശ ഉണ്ടാവണം. അള്ളാഹുടെ കാണുകയുള്ള സൗഭാഗ്യം അത് സ്വർഗത്തിലായിരിക്കണം ഉണ്ടാവിടെ. അപ്പോൾ എല്ലാവരും സ്വർഗത്ത് കടക്കണം, എന്നിട്ട് സ്വർഗത്ത് കടന്നിട്ട് ആ റബ്ബറെ ഒന്ന് കാണണം. ഇതെല്ലാവരും ആശയായിട്ട് എങ്കിൽ ആ ആശ ഈടേറണുണ്ടായെങ്കിൽ ഉള്ള കണ്ടീഷൻ രണ്ടായിരിക്കണം. ഒന്ന്, സ്വാലിഹായ സൽക്കർമ്മ ചെയ്യണു, അതോടുകൂടെ ആ റബ്ബുക്ക് ശിർക്ക് വെക്കോ തീരാണ്ട്. ഇവിടെ ശിർക്ക് കൊണ്ടുള്ള ഷിർക്ക് രണ്ട് ജാതിയുണ്ട്. ഒന്ന് ഷിർക്കുൽ അക്ബർ, പിന്നൊന്നു ഷിർക്കുൽ അസ്ഗർ. ഷിർക്കുൽ അക്ബർ ചെന്നെങ്കിൽ ബഹുദേവാരാധനാക്കടെ, അള്ളാഹുരോട്ട് കൂടിയിട്ട് ഇന്നൊന്നിനെ ആരാധിക്കടെ. മുസ്ലിമുകളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും അള്ളാഹുരോട്ട് കൂടെ ഇന്നൊരു ദൈവത്തെ ആരാധിക്കവോ സാധ്യമേ അല്ല. അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്നൊക്കെ ചിലരല്ല. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം മുന്നേ അത് പ്രഖ്യാപിച്ചൊരു ലസ്തു അഖാഫു അൻ തുശ്രിക്കു ബഅദി, നന്നിൽ പിന്നെ നിങ്ങൾ ബഹുദൈവാരാധനയ്ക്ക് മടങ്ങുവാറ് ചെല്ല പേടി നക്ക് ഇല്ലാണ്ട്. ഇന്ന് ചില ആൾമാർ കണ്ടതൊക്കെ പിടിച്ചിരിക്കുന്ന ഷിർക്ക് ഉണ്ടാക്കിടാറ്. അത് അങ്ങനെ അജ്ഞാനായിരിക്കണം. വാസ്തവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ ചെന്നിട്ട് നന്നിൽ പിന്നെ നിങ്ങൾ ബഹുദൈവാരാധന ആക്കല്ല. പക്ഷേ നിങ്ങൾ മുസ്ലിം സമുദായ ബഹുദൈവാരാധന ആക്കോ സാധ്യമല്ല. എങ്ങനത്തെ ഒരു മനുഷ്യൻ ഒരു കള്ളുകുടിയാണെങ്കിലും അവನು അള്ളാഹുവിടെ വിട്ടിട്ട് വേറെന്തിനെ പറഞ്ഞ് ആരാധിക്കുക ചെല്ലത് അത് എനിക്ക് പോലും സാധ്യമല്ല. ഇത് ഒരാൾ ഏതെങ്കിലും സമയത്തിൽ അങ്ങനെ ആരാധിച്ച് പോയെങ്കിൽ അയാൾ ഇസ്ലാമിൻ്റെ ബൗണ്ടറിയെ പുറത്തായിട്ട് ഇസ്ലാമു ചെല്ലെ ആ ഒരു മുസ്ലിമു ചെല്ലെ ആ പേരിലിട്ട് അയാൾ പുറത്തായിട്ട് അയാൾ കാഫിറായിട്ട്. അപ്പോൾ ഷിർക്കുൽ അസ്ഗർ ചെല്ലത് മുസ്ലിമിങ്ങവും പിന്നെ പേടിക്കുന്ന ഒരു കാര്യമല്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ക്ലീൻ ചീറ്റ് തന്നിട്ട് നമുക്ക് മുസ്ലിമീങ്ങൾ ഷിർക്കാക്കോ സാധ്യമല്ല. ഷിർക്കാക്കിയെങ്കിൽ അവൻ അപ്പയും മുശ്രിക്കായ അവൻ 10 പയതിയുണ്ട്. പിന്നെ അവനൊന്നും നിങ്ങൾ സലാം ഇടുകയില്ല, അവൻ അർത്ഥം നിങ്ങൾ കൂട്ടുകയോ തീരാ, അവൻ്റെ മോളിൽ നിങ്ങൾക്ക് മങ്ങിലാവുകയല്ലേ. അവനക്ക് പിന്നെ ഒരു മുസ്ലിമായ ആൾ പെണ്ണ് കൊടുക്കുകയും സാധ്യമല്ല. പക്ഷേ ഇതിൻ്റെ ചില ആൾമാർ ഷിർക്ക് പൊറുക്കൊണ്ടാക്കറങ്ങ അങ്ങ് മുസ്ലിമീങ്ങ അർത്ഥത്തിൽ കൂട്ടിയിട്ടുള്ളാറ്, അങ്ങ് സലാമിട്ടുള്ളാറ്, അങ്ങനെ ഉസ്താദിൻ്റെ പേരിലൊക്കെ പോയിട്ട് കൈ കെട്ടുള്ളാറ്. അപ്പോൾ ഇത് വെറും അജ്ഞാന മൗഢ്യ. ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് ഒരു ബേസിക്കായ ഒരു ജ്ഞാനം പോലും നമുക്ക് ഇല്ലാണ്ട് ഇതിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഏതുമാവട്ടെ ഞങ്ങളുടെ വിഷയം അതല്ല. അപ്പോൾ അവിടെ റബ്ബുക്ക് അവന് ഷിർക്കാക്കോ തീരാ ചിലത് രണ്ട് നിലക്കായിരിക്കും. ഒന്ന് ബഹുദൈവാരാധന ആക്കണ്ടാണ്. ബഹുദൈവാരാധന ആക്കേണ്ടെങ്കിൽ പിന്നെ അവർക്ക് സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യുക സാധ്യമല്ല. അവൻ ദീനെ പുറത്തു പോയാൽ. പിന്നെ ഒരു ഷിർക്കുൽ അസ്ഗർ ഉണ്ട്, ചെറിയ ഷിർക്ക് ഉണ്ട്. അതായിരിക്കുന്നുണ്ട് ലോകത്തിൽ വ്യാപകമായിട്ട് നടന്നിട്ടുള്ള. പക്ഷേ മുസ്ലിമീങ്ങളിൽ വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട്. എല്ലാവരിലും സാധാരണ ഈ ഷിർക്കുൽ അസ്ഗർ നടക്കും. എന്തെങ്കിലും ഒരു അമൽ സ്വാലിഹായ സൽക്കർമ്മം ചെയ്യുമ്പോൾ ഇന്നൊരു ആൾമാർ മനുഷ്യന്മാർ നോക്കട്ട്, ഞാൻ ഒരു നല്ലൊരു സ്വാലിഹായ മനുഷ്യന്മാർ വിചാരിക്കട്ട് ചെന്നിട്ട്
മനസ്സിൽ പണ്ടതായിരിക്കുന്നത് ഷിർഖുൽ അസ്ഗർ ലോകമാന്യത്തെ എന്ന് ചെല്ലാറ്. ഇത് മനുഷ്യരെ അമലിനെ നശിപ്പിച്ച് കളയത്. ഒരു നിസ്കരിക്കുന്ന ആൾ എൻ്റെ നിസ്കാരം നല്ല നിസ്കാരം മനുഷ്യന്മാർ നോക്കട്ട് ചെന്നിട്ട് അയാൾ നിസ്കരിച്ചിട്ടായെങ്കിൽ ഒരു ഖുർആൻ ഓതുന്ന ആൾ എൻ്റെ ഓത്ത് ഭയങ്കര ഓത്തുന്ന് മനുഷ്യന്മാർ വിചാരിക്കട്ടെ, അല്ലെങ്കിൽ എപ്പോഴും ഖുർആൻ ഓതുന്ന ആൾ ചെന്നിട്ട് മനുഷ്യന്മാർ ചെല്ലട്ട് വിചാരിക്കട്ട് എന്ന് വിചാരിച്ചെങ്കിൽ, അല്ലെങ്കിൽ സ്വതക്ക കൊടുക്കുന്ന ആൾ ഒരു വലിയ കൊടുകൈ ദാനി ചെന്നിട്ട് അയാളെ മനസ്സിൽ വന്നിട്ടായെങ്കിൽ അതെല്ലാം വ്യർത്ഥമായി പോയിട്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വലിയ ജാഗ്രത ആക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് അഖ്ഫഫു മാ അഖാഫു, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഉമ്മത്തിൽ പേടിക്കുന്നത് ഷിർഖുൽ അസ്ഗറായിട്ട് ചെറിയ ഷിർക്ക്, അതായത് ഈ ലോകമാന്യത്തെ മനുഷ്യന്മാർക്കായി വേണ്ടി അമൽ ചെയ്തതായിട്ട്. അപ്പോൾ ഞങ്ങളെ മനസ്സ് ഞങ്ങൾ ശുദ്ധിയാക്കണം. എല്ലാം ഞങ്ങൾ ചെയ്തത് ഇഖ്ലാസിൽ കൂടെ ആയിരിക്കണം. ഞങ്ങളെ അമലുകളെല്ലാം സ്വീകരിക്കപ്പെടും. ഇന്നമല്ല അമാലു ബിന്നിയാത്ത്, അമലുകളെല്ലാം നീയത്തുകളെ കൊണ്ട് ആയിരിക്കും സ്വീകരിക്കപ്പെട്ടത്. അപ്പോൾ ഞങ്ങളെ നല്ല നീയത്ത്, ഞങ്ങൾ എന്തൊരു ഇബാദത്തും അത് എൻ്റെ റബ്ബുകായിരിക്കരുത്. ഞാൻ നിസ്കരിക്കുന്നതും ഇന്ന സ്വലാത്തിയോ നുസുക്കിയോ മഹിയായോ മമാത്തി, എൻ്റെ എല്ലാവും സർവ്വ അമലുകളും അതെല്ലാം പിന്നെ അള്ളാഹുകായിട്ട് ചെല്ലൽ. ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുകായിട്ട് ഞാൻ എപ്പോഴും വജ്ജഹത്തിൽ ചൊല്ലങ്ങ. അതുപോലെ ഞങ്ങളെ അമലുങ്ങ ആയിട്ടിക്കണോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രക്ഷയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ 3 ആൾക്കാർ ബണ്ടാർ വന്നിട്ട് അതിൽ ഒരാൾ ചെല്ല് നബിയെ നന്നിട്ട് 1000 ദിർഹം ഇട്ട്, ആ ദിർഹമിൽ നിന്നിട്ട് ഞാൻ 100 ദിർഹം എന്നാണ് അള്ളാഹുടെ ദീനുകായിട്ട് ചിലവാക്കിയ, അഥവാ പാവത്തൻക്കും മിസ്കീനുമാർക്കും ആവശ്യക്കാർക്ക് ഞാൻ ചിലവാക്കിയാൻ. പിന്നൊരാൾ വന്ന് ചെല്ല് നബിയെ നന്നിട്ട് 100 ദിർഹം ഇട്ട് അതിൽ 10 ദിർഹം എന്നാണ് ചിലവാക്കിയാൽ. പിന്നൊരാൾ ചെല്ല് നന്നിട്ട് 10 ദിർഹം ഇട്ട് അതിൽ 1 ദിർഹം എന്നാണ് ചിലവാക്കിയാൽ. അപ്പോൾ 3 ആൾ 3 നിലക്കായിട്ട് ചിലവാക്കി. ഒരാൾ 100 ദിർഹം, പിന്നൊരാൾ 10 ദിർഹം, പിന്നൊരാൾ 1 ദിർഹമായിട്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് കുല്ലുക്കും ഫിൽ അജ്രി സവാഉൻ, നിങ്ങൾ എല്ലാവർക്കും ഒരേപോലത്തെ കൂലിയായിട്ട് കിട്ടുക. അപ്പോൾ ഒരാൾ ചെന്ന് 100 രൂപ കൊടുത്ത ആൾ ചെന്ന് ഞാൻ 100 രൂപ കൊടുത്തിട്ടില്ലേ, നല്ലതും 1 രൂപ കൊടുത്തവൻ്റെ കൂലിയാണ് ഒരുപോലെ അവിടെ നക്ക് ആരെ കിട്ടണ്ടേ, ഞാൻ 100 കൊടുത്തിട്ടില്ലേ. അപ്പോൾ അവിടെ വിശദീകരിച്ച് കൊടുക്കണു, നീന് 1000 ദിർഹം നീ ഉണ്ടെങ്കിൽ അതിൽ 10-1 നീ കൊടുത്തേ. അതിൽ 10-1 100 അയാളുടെ 10 രൂപ എന്ത്, അപ്പോൾ അതിൽ അയാളും കൊടുത്തിട്ട് 10-1 അയാൾ 1 ദിർഹമായിട്ട് കൊടുത്തേ. അപ്പോൾ നിങ്ങളെല്ലാവരും ത്യാഗ ഒരേപോലെ ആയിട്ടിക്കട്, നിങ്ങൾ അള്ളാഹുലേക്ക് ചെയ്യുന്നതായ ത്യാഗ ഒരുപോലെ ആയിട്ടിക്കട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും 10-1 കൊടുത്തതുപോലെ ആയിട്ട്, അതുകൊണ്ട് 1000 ദിർഹമുള്ള ആൾ 100 രൂപ കൊടുക്കുന്നതും 10 ദിർഹമുള്ള ആൾ 1 രൂപ കൊടുക്കുന്നതും 1 ദിർഹം കൊടുക്കുന്നതും അത് ഒരുപോലെ ആയിരിക്കും. കാരണം അള്ളാഹുബിനായിട്ട് അങ്ങ് ആക്കിയതായ ത്യാഗ മനസ്ഥിതി ഉണ്ടല്ലേ, അതെല്ലാം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നാളെ നീയത്ത് പോലെ ആയിരിക്കുന്നത്, നാളെ അമൽ സ്വീകരിക്കുന്നത് നമുക്കിതിൽ മനസ്സിലാവാൻ സാധിക്കുന്നത്. അള്ളാഹു നാളെല്ലാവരെയും മനസ്സ് നല്ലാക്കിയിട്ട് നാളെ റബ്ബുബിനായിട്ട് മാത്രം നാളെ ഇബാദത്തിൽ സീമിതാക്കവും നമുക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.